ഓക്കെ, നമ്മളങ്ങനെ MMPC3യുടെ ഫസ്റ്റ് ബ്ലോക്കിലേക്ക് കിടക്കുകയാണ്. MMPC3 ഈസ് അബൌട്ട് ബിസിനസ് എൻവയൺമെൻറ്റ്. ഓക്കെ, ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവയൺമെൻറ്റ്, ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ആൻഡ് എൻവയൺമെൻറ്റ് പറയുന്നുണ്ട്. യൂണിറ്റ് 2 എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, യൂണിറ്റ് 3 സോഷ്യോ കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ ലീഗൽ എൻവയൺമെൻറ്റ്. ഓക്കെ, ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. ഈ മെറ്റീരിയൽ സ്ട്രക്ചർ കുറച്ച് ഡിഫറൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ടച്ച് തോന്നുന്നുണ്ട്. എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൂടാ, എന്തായാലും തോന്നുന്നുണ്ട്. ഓക്കെ, ബിസിനസ് എൻവയൺമെൻറ്റ് എന്നാണ് പറയുന്നത്. എൻവയൺമെൻറ്റ് ഇസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റിഫേഴ്സ് ടു ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ ഫാക്ടേഴ്സ് വിച്ച് ആർ എക്സ്റ്റേണൽ ടു ഓർ ബിയോണ്ട് ദ കൺട്രോൾ. അത് 100% ശരിയാണെന്ന് സംശയമുണ്ട്. എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ്, ടോട്ടാലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് എ ബിസിനസ്സാണ്. അതിൽ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോഴേ നമുക്ക് എന്ത് വരുന്നുള്ളൂ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സ്റ്റേണലും വരാം, ഇൻറ്റേണൽ വരാം. ഇൻറ്റേണലിനെ കുറിച്ച് അധികം ചർച്ച ചെയ്യാറില്ലെന്നേ ഉള്ളൂ. മോസ്റ്റ് പ്രോബ്ലി എന്നുള്ള എക്സ്റ്റേണലിൻ്റെ കാര്യമാണ് എൻവയൺമെൻറ്റ് എന്ന് പറയുമ്പോൾ പറയുന്നത്. ചുറ്റുവട്ടമാണല്ലോ, ബിസിനസ്സിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ. ദാറ്റ് എഫക്റ്റ് ബിസിനസ് ബട്ട് വിച്ച് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ബിസിനസ്. ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുകയും എന്നാൽ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നിയമം വന്നു, നമ്മൾ വിറ്റുകൊണ്ടിരുന്ന സാധനം വിൽക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നു. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വൈകൊമേഴ്സിൻ്റെ പേരിൽ ബുക്ക് വിൽക്കുന്ന ആളാണ്. എനിക്ക് എന്ത് വേണ്ട, GST രജിസ്ട്രേഷൻ വേണ്ട. ഞാൻ വളരെ സുഗമമായിട്ട്, കാര്യം ബാക്കി എന്ത് സാധനം ഓൺലൈൻ വിൽക്കുന്നെങ്കിൽ എന്ത് വേണം, നമുക്ക് GST രജിസ്ട്രേഷൻ വേണം, നിർബന്ധമാണ്. കാര്യം ഓൺലൈൻ സെയിൽ നടത്തുമ്പോൾ നമ്മൾ ആ ഒരു ഇൻകം ലെവൽ ഒന്നും നോക്കത്തില്ല, GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ വളരെ സുഗമമായിട്ട് ഞാൻ ബുക്ക് വിട്ടിട്ട് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒന്ന് GST കൗൺസിൽ കൂടി തീരുമാനിക്കുന്നു, ഇനി തൊട്ട് ബുക്ക് ഓൺലൈനായിട്ട് വയ്ക്കണമെങ്കിലും GST രജിസ്ട്രേഷൻ വേണം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതനുസരിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ കൺട്രോളില്ലാത്തതും എന്നാൽ എൻ്റെ ബിസിനസ്സിൻ്റെ ഫ്ലോയിനെ ബാധിക്കുന്നതുമായ ഒരു കാര്യമാണ് അവിടെ ലോ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ, പുതിയ ഗവൺമെൻറ് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെ പുതിയൊരു ഗവൺമെൻറ് വന്നുകൊണ്ടാണ്. അപ്പോൾ പൊളിറ്റിക്സ് മാറിയതുകൊണ്ട് എനിക്ക് അവിടെ പ്രശ്നമുണ്ടായി. ഇല്ലെങ്കിൽ എന്താ, കൺസ്യൂമേഴ്സ് ഇപ്പോൾ എൻ്റെ ഒരു ബുക്ക് വാങ്ങുന്നതിനോട് അവർ താല്പര്യം കാണിക്കുന്നില്ല, അവരുടെ കൾച്ചർ അതിനെ അനുവദിക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങൾ എന്ത് ചെയ്യാം, എൻ്റെ ബിസിനസ്സിന് ബിയോണ്ട് മൈ കൺട്രോൾ ബാധിക്കാം. അതിനൊക്കെയാണ് എൻവയൺമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ദയവേത് ബിസിനസ്സിൻ്റെ പരിസരമൊന്നും എഴുതി വെച്ച് കളയരുത്. ഓക്കെ, ഡെഫിനിഷൻ പറയുന്നത് ബിസിനസ് എൻവയൺമെൻറ്റ് അഗ്രിഗേറ്റ് ഓഫ് ഓൾ കണ്ടീഷൻ ആൻഡ് ഇവൻറ്റ്സ്. ഇതാണ് സത്യാവസ്ഥ. ബിസിനസ് എൻവയൺമെൻറ്റ് ഇസ് ദ അഗ്രിഗേറ്റ് മീൻസ് ടോട്ടൽ ഓഫ് ഓൾ കണ്ടീഷൻസ്, ഇവൻറ്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസസ് ദാറ്റ് സറൗണ്ട് ആൻഡ് എഫക്റ്റ് ഇറ്റ്. അല്ലാതെ എന്തല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് മാത്രമല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്താണ്, എക്സ്റ്റേണൽ എൻവയൺമെൻ്റ് ആണ്. ഓക്കെ, ഡെഫിനിഷൻ പറ്റുമെങ്കിലും ഓർത്ത് വയ്ക്കുക. ഇത് വലിയ കേസ് വലിയ കുഴപ്പമില്ലല്ലോ ഓർക്കാൻ. പറ്റുമെങ്കിലും ഓർത്ത് വെച്ചാൽ നല്ലത്. ചിലർക്കൊക്കെ അതൊരു രസമാണ് കാണുമ്പോൾ. ഓക്കെ, ദ ബേസിക് പ്രൊപ്പോസിഷൻസ് ഒരു സുഖമില്ല. ഓക്കെ, ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നതിന് കാരണമുണ്ട്. ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് വാട്ട്, എക്സ്ചേഞ്ച് ഓഫ് മണി. അതുകൊണ്ടാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്, എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ബിസിനസ് ഫേം ഈസ് ആൻ എക്കണോമിക് യൂണിറ്റ്. അതെ, നമ്മുടെ എക്കോണമിയുടെ ഒരു ഒഴിവാക്കാൻ കഴിയാത്തൊരു പാർട്ടാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് ഡെസിഷൻ മേക്കിംഗ് ഈസ് ആൻ എക്കണോമിക് പ്രോസസ്സ്. ഓക്കെ, കുഴപ്പമില്ല, വെറുതെ ഒരു ബേസിക് കാര്യം പറയുന്നതാണ്. അതിലൊന്നും നമുക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല. വി ക്യാൻ മൂവ് ഓൺ. എന്നാലും സമയമുള്ളവരൊന്ന് വായിച്ച് നോക്കുക. നേച്ചർ ആൻഡ് സ്കോപ്പൊക്കെ കയ്യിൽ നിന്നിട്ട് എഴുതാൻ തന്നെ പഠിക്കുക. ഡൈനാമിക്കാണ്, ഇറ്റ് ഈസ് ചേഞ്ച് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അൺസർട്ടൈൻ ആണ് നമ്മുടെ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കാമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കോംപ്ലക്സ് ആണ്. അത് വളരെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു ബിസിനസ്സിൻ്റെ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. റിലേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ റീജിയൻ എന്തായിരിക്കും, ഇല്ലെങ്കിൽ ഓരോ പ്രത്യേക കൺട്രിയിലും എന്തായിരിക്കും, ഇത് മാറിക്കൊണ്ടിരിക്കും. ബിസിനസ് എൻവയൺമെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് UAE ചെന്ന് ബിസിനസ് ചെയ്യുന്ന പോലെ അല്ല ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇൻ്റർ റിലേഷൻ, ഫാക്ടേഴ്സ് തമ്മിൽ എന്തുണ്ടാവും, ഒരു ബന്ധം ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് നമുക്ക് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. സ്കോപ്പും അതേപോലെ. എൻവയൺമെൻറ്റ്, ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം, ഇൻറ്റേർണലും വരാം, എക്സ്റ്റേണലും വരാം. ഇൻറ്റേർണൽ എന്ന് പറയുന്നത് എന്താണ്, എൻവയൺമെൻറ്റ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങളുണ്ട്. റോ മെറ്റീരിയലിൻ്റെ സപ്ലൈ, ഹ്യൂമൻ റിസോഴ്സിൻ്റെ സപ്ലൈ, അവരുടെ എഫിഷ്യൻസി, അതൊക്കെ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ വരുന്ന ഫാക്ടേഴ്സാണ്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ലീഗൽ, ടെക്നിക്കൽ, പൊളിറ്റിക്കൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഓക്കെ, മൈക്രോ എൻവയൺമെൻറ്റും ഉണ്ട്, മാക്രോ എൻവയൺമെൻറ്റും ഉണ്ട്. പേര് പറയുന്ന പോലെ തന്നെ മൈക്രോ എന്ന് പറയുന്നത് ചെറുതും മാക്രോ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലുതുമാണ്. അപ്പോൾ ഈ എൻവയൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിസിനസ്സിനെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ലീഗൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഓക്കെ,
ലീഗൽ ഫാക്ടർ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഈ ലീഗൽ എന്ന് പറയുന്ന സാധനം എന്ത് വരാം, എൻ്റെ ആ ഒരു ലൊക്കാലിറ്റീനെ ബാധിക്കുന്നത് മാത്രമായിട്ടും വരാം, ഹോൾ നേഷനെ ബാധിക്കുന്നതായിട്ട് വരാം. അപ്പോൾ ഹോൾ നേഷനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഇതെന്താണ്, മാക്രോ എൻവയൺമെൻറ്റിൻ്റെ ഒരു സാധനമാണ് അല്ലേ. പക്ഷേ എൻ്റെ ബിസിനസ് ഇരിക്കുന്ന ആ ലൊക്കാലിറ്റി മാത്രം ബാധിക്കുന്ന ലീഗൽ തന്നെയാണെങ്കിലും എന്താണ്, മൈക്രോ ആണ്. അപ്പോൾ ഏരിയ കവറേജ് വെച്ചിട്ടാണ് മൈക്രോയും മാക്രോയും പറയുന്നത് എൻവയൺമെൻറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ കൺട്രോളബിൾ ഉണ്ട്. ഓക്കെ, ഫാക്ടേഴ്സ് എന്താവാം, കൺട്രോളബിളും ആവാം, അൺകൺട്രോളബിളും ആവാം. അൺകൺട്രോളബിൾ മീൻസ് എന്താണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, മറ്റൊന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുമുണ്ട്. മനസ്സിലായില്ലേ. സ്പെസിഫിക് ജനറൽ എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ എന്ത് തന്നെയാണ്, മൈക്രോ മാക്രോ തന്നെയാണ്. നമ്മുടെ ബിസിനസ്സിന് സ്പെസിഫിക് ആയിട്ടുണ്ടാകുന്നതും ജനറലായിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കൈന്നിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ, ഒന്ന് ആലോചിച്ചെടുക്കുക. ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയൺമെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണലും ഉണ്ട്, ഇൻറ്റേർണലും ഉണ്ട്. ഇൻറ്റേർണലകത്ത് നമ്മുടെ സിസ്റ്റം, നമ്മുടെ റിസോഴ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ എക്സ്റ്റേണലിൻ്റെ അകത്ത് മൈക്രോ ഉണ്ട്, മാക്രോ ഉണ്ട്. മാക്രോ ആണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, മൈക്രോയേക്കാളും. മൈക്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. സപ്ലൈ കിട്ടുന്നത്, കസ്റ്റമേഴ്സ് ആരാണ്, നമ്മുടെ മാർക്കറ്റിംഗ് എഫിഷ്യൻസി എന്താണ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആണ്, അതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. മാക്രോ എന്ന് പറഞ്ഞാൽ ജനറലാണ്. എക്കണോമിക് കണ്ടീഷൻ എന്താണ്, പൊളിറ്റിക്കൽ ലീഗൽ കണ്ടീഷൻ എന്താണ്, ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ എന്തൊക്കെയുണ്ട്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്തൊക്കെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്, അതൊക്കെയാണ് അവിടെ വരുന്നത്. അതൊന്ന് ഡീറ്റെയിൽ നോക്കുക. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നൊരു സാധനമാണ് ഈ ബിസിനസ് എൻവയൺമെൻറ്റ് ക്ലാസിഫിക്കേഷൻ. ഈ ഫിഗർ എവിടെയെങ്കിലും ആവശ്യം വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കണ്ടില്ലേ, കമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയൺമെൻറ്റ്, അങ്ങനെയൊക്കെ ഒരു ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സമയമുള്ളവരൊന്ന് വായിച്ചു നോക്കുക, അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ആ വേർഡ്സ് എങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്, അതൊന്നും ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. എൻവയൺമെൻറ്റൽ അനാലിസിസ് പറയുന്നത് സോട്ട് അനാലിസിസും കാണും, മിക്കവാറും ടെസ്റ്റിലും താഴെ കാണും. എന്താണ് സോട്ട് അനാലിസിസ് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഒരു ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്താണ്, ത്രെറ്റ് എന്താണ്. സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്ന് പറയുന്നത് ഇൻറ്റേർണലും, ഓപ്പർച്യൂണിറ്റി ത്രെറ്റ് എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആരെയും, ഒരു മനുഷ്യനെയോ ഒരു ബിസിനസ്സിനെ എന്തിനെടുത്ത് എന്ത് ചെയ്ത് നോക്കാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ സോട്ട് അനാലിസിസ് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങളുടെ കാര്യം തന്നെ നോക്കുക, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കമ്പനിയുടെ കാര്യം തന്നെ പറയാം. എൻ്റെ കമ്പനിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് സ്റ്റുഡൻസുമായിട്ടുള്ള റിലേഷനാണെന്ന് ഞാൻ പറയുന്നു. ഓക്കെ. പിന്നെ എൻ്റെ കമ്പനിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് ഫുൾ ടൈമായിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരാരുമില്ല. എല്ലാവരും പല ജോലിയിൽ നിന്നിട്ട് എന്താണ്, എൻ്റെ കമ്പനിക്ക് വേണ്ടി കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ FYUGP എന്ന് പറഞ്ഞാൽ 4 വർഷ ബിരുദ പ്രകാരം പുതുതായിട്ട് വന്നതാണ്. ഇതിലേക്ക് വലിയ എന്തില്ല, കോമ്പറ്റീറ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പരിപാടി, ഞാൻ പഠിപ്പിക്കുന്ന ആ ഒരു പിള്ളേരുണ്ടല്ലോ, ഇവർക്ക് എന്തില്ല, വലിയ ധാരണയൊന്നുമില്ല ഇതിനെപ്പറ്റി. പലരും കളഞ്ഞിട്ട് പോകാനും അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർക്ക് തന്നെ വലിയ ഇതില്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എവിടെ ചെന്നാണ് അവർക്ക് സോൾവ് ചെയ്യേണ്ടതെന്ന് ഒരു ഇതില്ല, ഒരു ഉദ്ദേശമില്ല. അതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, എൻ്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളൊരു ധാരണയുണ്ട്, എൻ്റെ വീക്ക്നെസ് എന്താണെന്നുള്ള ധാരണയുണ്ട്, ഓപ്പർച്യൂണിറ്റി എൻ്റെ മുമ്പിൽ കിടക്കുന്നത് എന്താണെന്നുള്ള ധാരണയുണ്ട്, ത്രെറ്റ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. ഇവിടെ എൻ്റെ സ്ട്രെങ്ത്തിനെ എനിക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും, എൻ്റെ വീക്ക്നെസ്സിനെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഓപ്പർച്യൂണിറ്റി, എൻ്റെ ത്രെട്ട് എന്ന് പറയുന്നത് എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞേ, എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ വീക്ക്നെസ്സും എൻ്റെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും, മറ്റേത് രണ്ട് എൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ആണ്. ഒന്ന് പറഞ്ഞതന്നെ ഉള്ളൂ, ഒന്ന് വായിച്ചു നോക്കുക. അത്യാവശ്യം ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബേസിക്സ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സാധനം. മാക്രോ എക്കണോമിക് തിയറി ഈസ് ദ തിയറി ഓഫ് ഇൻകം, എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് ആൻഡ് മണി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ കാര്യം. മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് ആൻഡ് മണി. അത് നിങ്ങൾ അങ്ങോട്ട് മുമ്പ് കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം. ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ ഒരു കൺട്രിക്കകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ അഡീഷൻ്റെ ടോട്ടലാണ്. വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആണ്. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റൊക്കെ പറയുമ്പോൾ എക്കണോമിക്സ് കുറേ പറയാനുണ്ട്, ഞാനതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ നടത്തിയ വാല്യൂ അഡീഷൻ്റെ ഒരു കൺട്രിക്കകത്ത് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ, മിക്കവാറും ഒരു വർഷത്തിൽ നമ്മൾ നടത്തിയ വാല്യൂ അഡീഷൻ്റെ ടോട്ടലിനെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. വാല്യൂ അഡീഷൻ്റെ ടോട്ടൽ എന്ന് പറയാൻ കാരണം, ഞാനൊരു ഗോതമ്പ് പാടത്തിൽ എന്ത് ചെയ്യുന്നു, ഗോതമ്പ് വിളയിക്കുന്നു, ഗോതമ്പിനൊരു വിലയുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര രൂപയുടെ ഗോതമ്പ്
എൻ്റെ കൺട്രി പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയും. എന്നിട്ട് ഇതേ ഗോതമ്പിന് ഞാൻ എന്താക്കും, ചപ്പാത്തിയാക്കി വിൽക്കും. ഓക്കെ, അല്ല സോറി, ആദ്യം മാവല്ലയാക്കുന്നത്, ആദ്യം മാവാക്കി ഞാൻ വിൽക്കും. അപ്പോൾ മാവ് ഇത്ര രൂപയുടെ മാവ് ഈ വർഷം വിറ്റു എന്ന് പറയും. എന്നിട്ട് ഞാൻ ഇതിനെ ചപ്പാത്തിയാക്കി ഹോട്ടലിൽ വയ്ക്കുമ്പോഴും ഇത്ര രൂപയുടെ ചപ്പാത്തി ഈ വർഷം എൻ്റെ കൺട്രിയിൽ വിറ്റു എന്ന് പറയും. ഒന്ന് നോക്കി, ഈ മൂന്നും ഒരേ സാധനമല്ലേ? ഈ ഇത്ര രൂപയുടെ ഗോതമ്പാവിനെയാണ് ഇത്ര രൂപയുടെ ഗോതമ്പിനാണ് ഇത്ര രൂപയുടെ ഗോതമ്പ് മാവാക്കി മാറ്റിയേ. ഇത്ര രൂപയുടെ ഗോതമ്പ് മാവിനെയാണ് നമ്മൾ എന്താക്കി മാറ്റിയേ, ചപ്പാത്തിയാക്കി മാറ്റിയേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരേ സാധനം തന്നെയാണ് മൾട്ടിപ്ലിക്കേഷനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്തേ നോക്കൂ, വാല്യൂ അഡിഷൻ മാത്രമേ നോക്കൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ 1,00,000 രൂപയുടെ ഗോതമ്പ് ഈ വർഷം എൻ്റെ കൺട്രി പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, നല്ല കാര്യം. ഈ 1,00,000 രൂപയുടെ ഗോതമ്പ് എടുത്തിട്ട് പോയി ഞാൻ എന്താക്കുന്നു, ഗോതമ്പ് മാവാക്കി 2,00,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. ഓക്കെ, 2,00,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എന്തേ എടുക്കൂ, 1,00,000 പ്ലസ് 2,00,000 രൂപയുടെ സാധനം ഈ കൺട്രി ഉണ്ടാക്കിയെന്ന് പറയത്തില്ല. പകരം എന്തേ പറയൂ, 1,00,000 രൂപയുടെ ഗോതമ്പ് മാവും 1,00,000 രൂപയുടെ ഗോതമ്പും അതിൻ്റെ വാല്യൂ അഡീഷനായി വീണ്ടും ഞാൻ 1,00,000 രൂപ ചെയ്തു. മനസ്സിലായില്ലേ? മാവാക്കിയപ്പോൾ എനിക്ക് 1,00,000 രൂപ അധികം ചേർത്ത് വയ്ക്കാൻ പറ്റി. ആ അധികത്തിനാണ് ഞാൻ എന്ത് പറയുന്നത്, വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ പ്രൊഡക്റ്റിന്മേലുണ്ടാകുന്ന വാല്യൂ അഡിഷൻ്റെ ടോട്ടലാണ് ഒരു വർഷം ഒരു കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഇതുപോലെയുള്ള വാല്യൂ അഡിഷൻസിൻ്റെ ടോട്ടലാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഇത് എത്ര നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന കാര്യം. നമ്മളൊക്കെ അത്ര ടൈം എടുത്ത് മനസ്സിലാക്കിയ ഒരു കോൺസെപ്റ്റാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. ഇതിൽ കൂടെ എന്ത് ആഡ് ചെയ്യും, ഫോറിൻ ഇൻകം ആഡ് ചെയ്യും. വെളിയിൽ നിന്ന് കിട്ടുന്ന, ഇത് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. ഈ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കും. ഡിപ്രിസിയേഷൻ മീൻസ് ഒരു എക്സ്പെൻസ് ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ പിന്നിലുള്ള മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാഷണൽ ഇൻകം എന്ന് പറയാം. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. GDP is calculated at 2 prices, മാർക്കറ്റ് പ്രൈസും ചെയ്യും, കോൺസ്റ്റൻറ്റ് പ്രൈസും ചെയ്യും. വലിയ കാര്യമല്ല, പോട്ടെ. GDP at മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് കറണ്ട് വാല്യൂ അഡിഷൻ, ആ പറഞ്ഞ സാധനത്തിൻ്റെ മാർക്കറ്റ് പ്രൈസിലാണ്. മറ്റത് എന്താണ്, ഒരു ബേസ് പീരീഡ് പ്രൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത്ര ഡെപ്തിലേക്കൊന്നും പോകണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, മൾട്ടിപ്ലെയർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, മൾട്ടിപ്ലെയർ, അല്ലെങ്കിൽ അതിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട. അവസാന വിഷയങ്ങൾ പഠിച്ചെങ്കിൽ വേണ്ട. ദ 4 മാക്രോ എക്കണോമിക് സെക്ടേഴ്സ്. മാക്രോ എക്കണോമിക്കിനകത്ത് 4 സെക്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മളെ കൺട്രി ആസ് എ ഹോൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ എക്കണോമിക്സ് എന്ന് പറഞ്ഞ, എക്കോണമി എന്ന് പറഞ്ഞ സാധനത്തിനെ ഹ്യൂജ് ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. 4 ഇമ്പോർട്ടൻറ്റ് പാർട്ടുണ്ട്. ഒന്ന് ഹൗസ് ഹോൾഡ്സ് തന്നെയാണ്. ഉറപ്പായിട്ടും ഇൻഡിവിജ്വൽസ് ചേർന്നിട്ടാണ് ഹൗസ് ഹോൾഡ്സ് ഉണ്ടാകുന്നത്. ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത് ഈ മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. പിന്നെ ഫേംസ്, അതായത് കമ്പനികളുണ്ട്, ബിസിനസ്സുകളുണ്ട്, ഗവൺമെൻറ് ഉണ്ട്, ഫോറിൻ സെക്ടറുണ്ട്. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, മാക്രോ എക്കണോമിക്സ് ഉണ്ടാകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് 4 കാര്യങ്ങളെന്ന് അറിഞ്ഞിട്ട്. ഇത് എക്കണോമിക്സിൻ്റെ ബേസാണ്. ഓക്കെ, there are 3 മാർക്കറ്റ്സ്. ഗുഡ്സ് മാർക്കറ്റ് ഉണ്ട്, ഫാക്ടർ മാർക്കറ്റ് ഉണ്ട്, പിന്നെന്തുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്. ഗുഡ്സ് മാർക്കറ്റ് നമുക്കറിയാവുന്ന പോലെ ഗുഡ്സും സർവീസും വിൽക്കുന്ന സാധാരണ ഒരു മാർക്കറ്റാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചന്ത എന്നൊരു അർത്ഥമല്ല, നേരെ മറിച്ച് ഒരു ഇമാജിനറി സെറ്റപ്പാണ്. നമുക്ക് വിൽക്കാനും വാങ്ങാനുള്ള സൗകര്യം നമ്മുടെ രാജ്യത്തിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ആക്ച്വൽ പ്ലേസിനല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്നൊരു സാധനത്തിന് നമ്മുടെ കൺട്രിയിൽ മാർക്കറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞതിന് അർത്ഥം എന്താ, അത് വിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഈ കൺട്രിയിലുണ്ടെന്നാണ്. അതുപോലെ തന്നെ ഗുഡ്സ് മാർക്കറ്റ്, ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മുടെ ഇന്ത്യയിൽ സെല്ല് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നതാണ് ഇവിടെ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്കോണമിയിലെ മാർക്കറ്റുകളെ 3ആയിട്ട് തിരിക്കാം. ഒന്ന് ഗുഡ്സ് മാർക്കറ്റ്, രണ്ടാമത്തേത് ഫാക്ടർ മാർക്കറ്റ്. ഫാക്ടർ എന്ന് പറയുന്നത് FOP, എപ്പോഴും ഓർക്കുക, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ് വേണം. നമുക്കൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാൻഡ് വേണം, ലേബർ വേണം, മിഷ്യൻസ് വേണം, അല്ലേ? മിഷ്യൻസിനെ അഥവാ നമുക്ക് എന്തെന്ന് വിളിക്കാം, ക്യാപിറ്റൽ ഓഫ് ദ ബിസിനസ്. അതിൻ്റെ അകത്ത് എന്ത് വരും? മിഷ്യൻ വരും, മണിയും വരും, അങ്ങനെ എല്ലാം വരും. ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ എല്ലാം വേണം. പിന്നെ ഇത് ചെയ്യാനുള്ള അറിവ് വേണം, അല്ലേ? ബിസിനസ് ചെയ്യാനുള്ള അറിവ് വേണ്ടേ? അതിന് ഓൺട്രപ്രണർഷിപ്പ് എന്നും വിളിക്കും. എക്കണോമിക്സ് ഇങ്ങനെ പറയുന്നത്. ഒരു ബിസിനസ് ചെയ്യാൻ ഏറ്റവും മിനിമം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ലാൻഡ് വേണം, ലേബർ വേണം, ഈ പറഞ്ഞ ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ മീൻസ് മിഷ്യനും മണിയും. പിന്നെ ഓൺട്രപ്രണർഷിപ്പ്, അതായത് അവർ അറിവ് വേണം.
ഇത്രയും സാധനങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റിനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്ന മാർക്കറ്റിനെയാണ് ഫാക്ടർ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഓരോന്നിനും അതിൻ്റേതായ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ബേസിക് മനസ്സിലാക്കാം. അപ്പം ഗുഡ്സ് മാർക്കറ്റ്, ഫാക്ടർ മാർക്കറ്റ്, മണി മാർക്കറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ്, ക്യാഷിൻ്റെ പിന്നെ എക്സ്ചേഞ്ച് നടക്കുന്ന എല്ലാ മാർക്കറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ എക്കണോമിക്സ് ഇത് ഫിനാൻസിൽ വരുമ്പോൾ മണി മാർക്കറ്റ് എന്ന വാക്കിന് അർത്ഥം മാറും. ഓക്കെ, ഇവരിവിടെ പറയുന്നത് മാർക്കറ്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച് ഓഫ് മണി എന്ന് മാത്രമേ ഉദ്ദേശിച്ച് പറയുന്നുള്ളൂ. അവിടെ മണി എന്നല്ല യഥാർത്ഥത്തിൽ പറയേണ്ടത് ഫിനാൻസ് മാർക്കറ്റ് എന്നാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നാണ് പറയേണ്ടത്. മണി മാർക്കറ്റ് എന്ന വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനോട് 100% യോജിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്കങ്ങനെ പറഞ്ഞു പോവാം. കാര്യം മനസ്സിലായല്ലോ. 3 വിധത്തിലാണ് അവർ പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്, കാര്യം ഇവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഓർ മണി മാർക്കറ്റ് രണ്ടും ഒരു അർത്ഥമല്ല, വ്യത്യാസമുണ്ട് എന്താണ് ആക്ച്വൽ കോൺസെപ്റ്റ്. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക. ഇൻ ആൻ എക്കോണമി 3 ടൈപ്പ് ഓഫ് മാർക്കറ്റ് വരാം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, 2 സെക്ടർ ഫ്ലോ. ഓക്കെ, ഇതാണ് നമ്മൾ എക്കോണമി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ളതാണ്. ഓരോ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും, പൈസ സേവ് ചെയ്യും. ഈ സേവ് ചെയ്യുന്ന പൈസ അവരെന്ത് ചെയ്യും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അവർ തിരിച്ച് ഫാക്ടർ പേയ്മെൻറ്റുകൾ റിസീവ് ചെയ്യുന്നു. ഈ സേവിങ്സ് അവരെന്ത് ചെയ്യുന്നു, ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫേംസ് വന്ന് കടം വാങ്ങിച്ചിട്ട് പോകുന്നു. എല്ലാം മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് വെറും കഥയാണ്, ഒന്ന് നോക്കാം. നിങ്ങളെ കാര്യം തന്നെ ആലോചിച്ച് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളൊരു ബിസിനസ് മാനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ സമ്പാദിക്കുന്നു, പണം ഉണ്ടാക്കി കുറച്ച് പൈസ എന്തിനു വേണ്ടി ചിലവാക്കുന്നു, ബിസിനസ്സിന് വേണ്ടി തന്നെ ചിലവാക്കുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി തന്നെ ചിലവാക്കുന്നു. വേറെ കുറച്ച് പൈസ എന്ത് ചെയ്യുന്നു, നിങ്ങൾ സേവ് ചെയ്ത് ബാങ്കിൽ കൊണ്ടിടുന്നു. ഓക്കെ, ഇനി ഈ ബാങ്കിൽ കൊണ്ടിട്ട പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ബാങ്കുകാർ ബിസിനസ്സുകാർക്ക് കടം കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പലിശ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിട്ട പൈസയുടെ 10% നിങ്ങൾക്ക് പലിശ തരാമെന്ന് പറയും. അതിനർത്ഥം എന്താ, ഈ ബാങ്കുകാർ ബിസിനസ്സുകാർക്ക് എന്ത് ചെയ്യും, ഒരു 20% പലിശയ്ക്ക് പൈസ കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് 10% തരും, ബാങ്കുകാർ 10% എടുക്കും. ഇതാണ് ബാങ്കുകളുടെ കളി എന്ന് പറയുന്നത്, അറിയാമല്ലോ. ഇനി ഇവിടെ പറയുന്നത് എന്താ, അപ്പം നിങ്ങളുടെ പൈസ കുറച്ച് നിങ്ങൾ സേവ് ചെയ്യും, ഈ ബാങ്കിലിട്ട് ഈ വഴിക്ക് പോകും. ഒരു കാര്യം അത് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, നിങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടി, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലേബറിന് വേണ്ടിയോ ലാൻഡിന് വേണ്ടിയോ ക്യാപിറ്റലിന് വേണ്ടിയോ ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടിയോ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പണം ചിലവാക്കും. അതേസമയം നിങ്ങൾ ഫാക്ടർ പേയ്മെൻറ്റുകൾ റിസീവ് ചെയ്യുന്നുണ്ടാവും. ഇത് ഞാൻ നേരത്തെ പറയേണ്ടെന്ന് വിചാരിക്കുന്ന കാര്യമാണ്, ഇവിടെ പറയുന്നുണ്ടൊക്കെ പറഞ്ഞു പോവാം. എന്താണ് ഈ ഫാക്ടർ പേയ്മെൻറ്റ്? ഈ ഓരോ ഫാക്ടർ പ്രൊഡക്ഷൻ നേടിയെടുക്കാനും നമുക്ക് എന്തുണ്ട്, ഓരോ ചിലവുകളുണ്ട്. ലാൻഡ് നേടിയെടുക്കാൻ നമ്മൾ എന്ത് കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം. ഇതൊക്കെ ആ ഒരു 1900 തുടക്കങ്ങളിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത അടിസ്ഥാന തിയറി പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോൾ ലാൻഡ് കിട്ടാൻ നിങ്ങൾക്ക് എന്ത് വേണം, റെൻറ്റ് കൊടുക്കണം. ലേബർ കിട്ടാൻ നിങ്ങൾ അവർക്ക് എന്ത് കൊടുക്കണം, വേജസ് കൊടുക്കണം. ക്യാപിറ്റൽ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ കിട്ടാൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിലോ, ബിസിനസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ ആണെങ്കിലോ നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും, പ്രോഫിറ്റിൻ്റെ ഷെയർ കൊടുക്കേണ്ടി വരും. ഇതിനാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത്, ഫാക്ടർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏതൊരു സാധാരണ മനുഷ്യൻ്റെയും ഇൻകം എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്നാണ് ആ ഒരു 2 ഫാക്ടർ എക്കണോമിക് തിയറി പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫാക്ടർ പേയ്മെൻറ്റുകളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഹൗസ് ഹോൾഡുകൾ ഇൻകം ഉണ്ടാക്കുന്നു. ഈ ഇൻകം തിരിച്ച് അവർ ഒരു ഭാഗം ഫാക്ടർ പേയ്മെൻറ്റുകളായിട്ട് തന്നെ ഫാക്ടർ പ്രൊഡക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി കൊടുക്കുന്നു. കുറച്ച് ബാങ്കുകൾ സേവ് ചെയ്യുന്നു, അവരത് ഫേംസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് 2 ഫാക്ടർ ഫ്ലോ ഓഫ് മണി എന്ന് പറയുന്നത്. ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ഇനി 3 ഫാക്ടർ പറയുന്നത്, 3 സെക്ടർ മോഡൽ പറയുന്നത്, ഹൗസ് ഹോൾഡുകൾ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിന്, ഫേംസ് എന്ത് ചെയ്യുന്നു, ഹൗസ് ഹോൾഡുകളിലേക്ക് എത്തിക്കുന്നു, ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്നു. ഹൗസ് ഹോൾഡുകൾ ടാക്സ് ആയിട്ട് പിന്നെയും അത് ഗവൺമെൻറ്റിലേക്ക് തന്നെ കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ബിസിനസ്സുകളാണ് എക്കണോമി പിടിച്ച് നിർത്തുന്നതെന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു, കുറേ സാധാരണക്കാർക്ക് ജോലി കൊടുത്ത് അവർക്ക് വരുമാനം നേടി കൊടുക്കുന്നു. അതേസമയം ഗവൺമെൻറ് അവരെന്തടയ്ക്കുന്നുണ്ട്, ടാക്സ് അടയ്ക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഗവൺമെൻറ് ചുമ്മാ ഇരിക്കുമോ? ഈ ഹൗസ് ഹോൾഡുകളിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യും, ടാക്സ് വാങ്ങും. ഇതാണ് 3 സെക്ടർ മോഡൽ പറയുന്നത്. 4 സെക്ടർ മോഡലിനകത്ത് അടുത്തൊരാളും കൂടെ കയറി വരും. ഫോറിൻ കൺട്രീസിൻ്റെ കാര്യം കൂടെ വരുന്നതാണ്. പോട്ടെ, ടു ബി ഫ്രാങ്ക് ഇത് കുറച്ച് ഇതായിട്ട് തോന്നുന്നു എനിക്ക്. ഇടിച്ച് കയറ്റി പറഞ്ഞേക്കുന്നു. ഇതൊന്നും ഇങ്ങനെ പറഞ്ഞു പോകേണ്ട കാര്യങ്ങളല്ല. പോട്ടെ, നമുക്ക് നമ്മുടെ യൂണിറ്റ് കവർ ചെയ്താലും പറ്റും. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് ഇങ്ങനെയാണ്. കീവേഡ്സ് പറഞ്ഞിട്ടുണ്ട്, വളരെ നല്ല കാര്യം. അതൊക്കെ ഒന്ന് നോക്കാം. സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം.
എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഓക്കെ, ബിസിനസ് എൻവയോൺമെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മൾ കണ്ട കാര്യമാണ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മ നോക്കിയിരിക്കട്ടെ. മൈക്രോ മാക്രോ തമ്മിലുള്ള വ്യത്യാസം. മാക്രോ എന്ന് പറയുന്നത് ടോട്ടാലിറ്റിയാണ്, ഒരു നേഷൻ മൊത്തം വരും. മൈക്രോ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ഏതാണ്ട് ഇവിടെ ഉണ്ട്, നമ്മൾ കണ്ട ഒരു ഡയഗ്രാമിലുണ്ട്, അത് ഉറപ്പായിട്ടും നോക്കുക. പിന്നെ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് എൻവയോൺമെൻറ്റ് അനാലിസിസ്, SWOT അനാലിസിസ്. എൻ്റെ ടെസ്റ്റിൽ പറയേണ്ടതായിരുന്നു, ഒരു പറയാൻ വിട്ടുപോയിട്ടുണ്ട്. പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, എൻവയോൺമെൻറ്റൽ ആൻഡ് ലീഗൽ, ഇതാണ് ടെസ്റ്റിൽ എന്ന് പറയുന്നത്. SWOT പോലെ തന്നെ വേറെ അനാലിസിസ് ആണ്, നോക്കാം. എലമെൻറ്റ്സ് ഓഫ് ഇൻറ്റേർണൽ, അത് വിട്ടു കേട്ടോ, എലമെൻറ്റ്സ് ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെ ഫിഗറിൻ്റെ അകത്തുണ്ട്. ഹൗ എൻവയോൺമെൻറ്റ് അനാലിസിസ് ക്യാൻ എൻഹാൻസ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്, അത് നമ്മൾ കയ്യിൽ നിന്നിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ, ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് എന്താ എൻവയോൺമെൻറ്റ് അത് നമുക്ക് SWOT പഠിക്കുമ്പോൾ ഒരു ധാരണ കിട്ടും, നമ്മളെ സ്ട്രെങ്ത് എന്താണെന്ന് തിരിച്ചറിയാം, നമ്മുടെ വീക്ക്നെസ് എന്താണ് തിരിച്ചറിയുന്നത്, നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്താണ്, നമ്മുടെ ത്രെറ്റ് എന്താണ് തിരിച്ചറിയുന്നത്, നമുക്ക് എങ്ങനെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി എങ്ങനെ ഉപകരിക്കുമെന്നുള്ളതാണ് കൈ നീട്ടി എഴുതാനുള്ളതേ ഉള്ളൂ, അയച്ചു വെക്കുക. യൂണിറ്റ് 2 എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ അകത്ത് മൈ ഗോഡ്, തിയറീസ് ഓഫ് എക്കണോമിക് ഗ്രോത്തും നാഷണൽ ഇൻകം ഇൻഫ്ലേഷൻ അത്യാവശ്യം കൺജസ്റ്റഡ് ആണ്. തിയറീസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. പർച്ചേസിങ് പവർ പാരിറ്റി എന്ന് പറഞ്ഞാൽ, പർച്ചേസിങ് പവർ പാരിറ്റി എന്ന് പറയുന്നത് പേര് പറയുന്ന പോലെ പർച്ചേസ് ചെയ്യാനുള്ള പവറിനെയാണ്. ഇപ്പോൾ നമ്മളിത് എവിടെ ഈ പറയുന്നത് മറന്നുപോയി. തിയറീസ് ഓഫ് എക്കണോമിക് ഗ്രോത്തിൻ്റെ അകത്ത് തന്നെ എന്ത് പറയേണ്ട ആവശ്യം, നോക്കാം. പർച്ചേസിങ് പവർ പാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പർച്ചേസിങ് പവറാണ്, നേരത്തെ പറഞ്ഞതല്ല. അതായത് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന സാധനം തന്നെയാണ്. അതായത് നമുക്ക് ഒരു ഈ ഇന്ത്യൻ കറൻസി എന്ന് പറയുന്ന സാധനം ഇസ് ഈക്വൽ ടു എന്താണ്, $80 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനർത്ഥം എന്താ, നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് കറൻസി കൊണ്ട് വാങ്ങുന്ന സാധനം അവിടെ, തിരിഞ്ഞു, ഒരു $US എന്ന് പറയുന്നത് 80 ഇന്ത്യൻ റുപ്പീസാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ USA ഒരു കറൻസി കൊണ്ട് വാങ്ങുന്ന സാധനം ഇവിടുത്തെ 80 യൂണിറ്റ് ഓഫ് കറൻസി വേണമെന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്താ, പർച്ചേസിങ് പവർ ഏതിനാണ് കൂടുതൽ, US കറൻസിക്കാണ്, അവിടുത്തെ ഒരു യൂണിറ്റ് ഓഫ് കറൻസി മതി. ഇതിനാണ് പർച്ചേസിങ് പവർ പാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാരിറ്റി മീൻസ് ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ഡിഫറൻസ് വെച്ച് നമുക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു എക്കണോമിക് ഗ്രോത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. എക്കണോമിക് ഗ്രോത്ത് എവിടെ കൂടുതലാണ്, USA കൂടുതലായതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ പർച്ചേസിങ് പവർ ഉണ്ടായത്. മെഷർമെൻറ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഹാരോഡോമോർ മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, വെരി ഗുഡ്. ടു ബി ഫ്രാങ്ക്, ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, എല്ലാവരും അവസാന നിമിഷം പഠിക്കാൻ നിൽക്കുന്നവരാണ്, നമുക്കിതൊന്നും വേണ്ട, നോക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രൊഡക്ഷൻ ഫങ്ഷനൊക്കെ വേണ്ട. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ ഡിസ്കസ്. ഞാൻ തിയറീസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്നും വിചാരിക്കരുത്, വരില്ല എന്നൊന്നല്ല എന്നർത്ഥം. അവസാന നിമിഷം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിത് മനസ്സിലാവത്തില്ല. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ. ഞാനും അത്ര സീരിയസ് ആയിട്ട് നോക്കുന്നൊന്നുമില്ല, എനിക്ക് പറ്റത്തില്ല അവസാന നിമിഷം പഠിക്കാമെന്ന് വെച്ചാൽ പലതും എനിക്കും പുതിയതാണ്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നാഷണൽ ഇൻകം. നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ രാജ്യം പറയാം അവർക്ക് ഇത്ര നാഷണൽ ഇൻകം ഉണ്ടെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, അതാണ് NIA എന്ന് പറയുന്നത്. അവിടെ നമ്മൾ തുടങ്ങുന്നത് GDP നിന്നാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ GDP കണ്ടെത്തും? GDP കണ്ടെത്തുക മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസീജിയറാണ്. ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി, നമ്മുടെ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനത്തിൻ്റെയും വാല്യൂ കണ്ടെത്തുക. ഓക്കെ, വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് കണ്ടെത്തുക. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് മാത്രമേ എടുക്കൂ, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എല്ലാം നമ്മളെടുത്ത് കളയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കൽ വിളയിച്ച ഗോതമ്പ്, അത് നമ്മൾ ഗോതമ്പ് മാവാക്കി മാറ്റി അവിടെ നിന്ന് ചപ്പാത്തിയാക്കി വിൽക്കുന്നതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. ഇനി വേറെ ഒന്നും ആക്കാൻ പറ്റില്ല. ചപ്പാത്തിനെ വേണമെങ്കിൽ കൊണ്ട് പൊറോട്ടയാണെങ്കിൽ കൊണ്ട് കുത്തു പൊറോട്ട വയ്ക്കും, ചപ്പാത്തിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എന്ത് തന്നെയാണ്, ചപ്പാത്തി തന്നെയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തീൻ്റെ എന്തേ എടുക്കത്തുള്ളൂ, വാല്യൂ എടുക്കത്തുള്ളൂ, ഈ പറഞ്ഞ ഗോതമ്പിൻ്റെയും ഗോതമ്പ് മാവിൻ്റെ വാല്യൂ എടുക്കത്തില്ല. എടുത്താൽ എന്ത് സംഭവിക്കും, ഡബിൾ കൗണ്ടിങ്, മൾട്ടിപ്ലെയർ ഫാക്ടേഴ്സ് അവൻ്റെ അകത്ത് കയറി വരും, അത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളുടെയും ഫൈനൽ ഗുഡ്സിൻ്റെ, ഓക്കെ, അപ്പോൾ ഏതെങ്കിലും സാധനം റോ മെറ്റീരിയലായിട്ട് ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അത് എടുക്കത്തില്ല. എന്താണോ ഫൈനൽ ഗുഡ്സ് അതിൻ്റെ വാല്യൂവിൻ്റെ ടോട്ടൽ എടുക്കും. ഓക്കെ, ആ വാല്യൂവിൻ്റെ ടോട്ടലിനെയാണ് എവിടെയുള്ള ഒരു കൺട്രിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള
ഫൈനൽ ഗുഡ്സിൻ്റെ ഒരു വർഷത്തെ ഒരു വർഷം ഒരു കൺട്രിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൈനൽ ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ ടോട്ടലിനാണ് എന്തെന്ന് വിളിക്കുന്നത്, GDP എന്ന് വിളിക്കുന്നത്. ഇനി GDPയിൽ നിന്ന് എങ്ങനെ നമുക്ക് നാഷണൽ ഇൻകത്തിലേക്ക് പോകാം എന്ന് നോക്കാം. ഓക്കേടാ, GDPയിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, GNP കണ്ടുപിടിക്കണം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിരുന്നു. ഡൊമസ്റ്റിക് എന്ന് വിളിക്കാനുള്ള കാര്യം നമ്മളൊരു കൺട്രിക്കകത്തുള്ളത് മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ ഈ ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് മാറി ഗ്രോസ് നാഷണൽ ഇൻകം ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം, ഇവിടെ വരാത്തൊരു സാധനം വരണം. ഇവിടെ ഡൊമസ്റ്റിക് മാത്രമല്ലേ ഉള്ളൂ, ഇനി എന്തും കൂടെ വരണം, അവിടെ ഫോറിൻ ഇൻകം കൂടി വരണം. എന്താ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അതിനാണ് ഫോറിൻ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിലേക്ക് പോകും. എങ്ങനെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, അവിടെ നിന്ന് നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്തു, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും കൂടെ ആഡ് ചെയ്തപ്പോൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടി. ഇനി നമ്മൾ GNP നിന്ന് എങ്ങോട്ട് പോവാണ്, NNPയിലേക്ക് പോവാണ്. GNP എന്താണെന്ന് ഓർത്തേടാ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പം ഗ്രോസ് ആണ്, ഗ്രോസ് നെറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, എപ്പോഴും നമുക്ക് എന്തെങ്കിലും മൈനസ് ചെയ്യാൻ കാണും അല്ലേ. ഇനി നമ്മൾ മൈനസ് ചെയ്യേണ്ടത് ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം, കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. അതോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ഒരു എക്സ്പെൻസ് തൽക്കാലം എത്ര അറിഞ്ഞാൽ മതി. അതിൻ്റെ പിന്നിലൊക്കെ വലിയ കഥയുണ്ട്, കഥയിലേക്ക് ഞാൻ പോകുന്നില്ല തൽക്കാലം. ഇത്രയും മനസ്സിലാക്കുക, എന്താണ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റലിനാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇരിക്കുന്ന അസറ്റിന് എന്ത് സംഭവിക്കും, കാലം കഴിയുന്തോറും അതിൻ്റെ മൂല്യം ഇടിഞ്ഞിടിഞ്ഞ് വരും. അല്ലെങ്കിൽ യൂസേജ് കാരണം, അതിനെ റീപ്ലേസ് ചെയ്യേണ്ട അർജൻസി കാരണം അതിൻ്റെ വാല്യൂവിലൊരു റിഡക്ഷൻ ഉണ്ടാകും. അതിനാണ് ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത്. അതിനാണ് ഇവർ കൺസംഷൻ ഓഫ് ഫിക്സഡ് ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ GNP എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് നിന്ന് എന്ത് കുറയ്ക്കണം, ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് NNP കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ NNPയിലേക്ക് വന്നത്, NNP ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. NNPയിലേക്ക് എങ്ങനെയാണ് വന്നത്, നമുക്ക് ആദ്യം പല പ്രൊഡക്റ്റിൻ്റെയും ഫൈനൽ വാല്യൂ ആഡ് ചെയ്ത് നമ്മൾ എന്തിലേക്ക് വന്നു, GDPയിലേക്ക് വന്നു. GDPൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തു, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, GNP കിട്ടി. GNPയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, NNP കിട്ടി. ഇതൊരു അടിസ്ഥാന തിയറിയാണ് എന്തിൻ്റെ, നാഷണൽ ഇൻകത്തിൻ്റെ. ഇനിയും ഒരു ചെറിയൊരു കഥയും കൂടെ പറയുന്നുണ്ട്. ഈ നാഷണൽ ഇൻകം പറഞ്ഞതിൻ്റെ അകത്ത് നിന്ന് മുകളിൽ കിടക്കാൻ നോക്കണ്ട, നാഷണൽ ഇൻകം പറഞ്ഞതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം, ഗവൺമെൻറ് എന്തെങ്കിലും സബ്സിഡീസ് കൊടുത്തിട്ടുണ്ടെങ്കിലോ ഇൻഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് രണ്ടും കുറച്ചതിന് ശേഷമാണ് എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ പ്രൈസ് കിട്ടുന്നത്. ഫാക്ടർ പ്രൈസിൻ്റെ അകത്ത് എന്ത് വരാൻ പാടില്ല, ഈ പറഞ്ഞ ഇൻകം ടാക്സിൻ്റെ അല്ലെങ്കിൽ ടാക്സിൻ്റെ എഫക്റ്റ് വരാൻ പാടില്ല. ഇൻകം ടാക്സ് അല്ല, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ. അതാണ് എന്താണെന്ന് പറയുന്നത്, നമ്മുടെ നാഷണൽ ഇൻകം. ഫൈനൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNPFC ആണ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഓക്കെയാണ് വിശ്വസിക്കുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. പേഴ്സണൽ ഇൻകം ഇസ് ദി ഇൻകം അവൈലബിൾ ഹൗസ് ഹോൾഡ്സ്, whereas personal disposable income is the part of the personal income which they can dispose for their own use. അതായത് ഒരു മനുഷ്യന് നമ്മളൊരു ഇൻകം കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇത് ടാക്സ് പിടിക്കും, പലതരം ഫീസുകളും ഫൈനുകളും കാണാം. അപ്പോൾ ഇയാൾക്ക് എന്തേ ചെയ്യാൻ പറ്റൂ, അയാൾക്കിപ്പോൾ 1 ലക്ഷം രൂപ ഇൻകം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കാര്യം തന്നെ ആലോചിച്ചപ്പോൾ 1 ലക്ഷം രൂപയുടെ സാലറി ഉണ്ടെന്ന് വിചാരിക്കാം. 1 ലക്ഷം സാലറി ഉള്ളതിൻ്റെ അകത്ത് അവർ പറയുമ്പോൾ 1 ലക്ഷം സാലറി എന്ന് പറയും, പക്ഷേ പല PF പോലുള്ള പല പിടുത്തങ്ങൾ കാണും. ഇതിൻ്റെ അകത്ത് നിന്ന് അവർ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടാവും. എല്ലാം കഴിഞ്ഞ് ഒരു 10-70,000 എല്ലാവർക്കും ഇവരുടെ കയ്യിൽ കിട്ടുന്നല്ലേ, വേറെ ഒരിടത്തും കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു 70,000 കാണത്തില്ലേ. ആ ഒരു പാർട്ടിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസ്പോസബിൾ ഇൻകം, ചിലവാക്കാൻ ഇയാളുടെ കയ്യിലുള്ള ഇൻകം എന്ന് പറയുന്നത്. അപ്രോച്ചസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം, ഇത് 3 മെത്തേഡുകൾ പറയുന്നുണ്ട്. നമ്മളെല്ലാ എക്കണോമിക്സ് പഠിക്കുന്നവരും പറയുന്ന സാധനമാണ്. 3ഉം ചെന്ന് എത്തുന്ന എവിടെ തന്നെ ആയിരിക്കും, NNPFCയിൽ തന്നെ ആയിരിക്കും. നോക്കാം. അതിൽ ആദ്യത്തെ മെത്തേഡ് പ്രൊഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ അഡീഷൻ മെത്തേഡ്. ഇത് എന്താൻ്റെ മെത്തേഡാണ്, നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള 3 മെത്തേഡുകളാണ്. അത് ഒന്ന് വാല്യൂ അഡീഷൻ മെത്തേഡാണ്. ഇതാണ് നമ്മൾ മുകളിൽ പറഞ്ഞ സാധനം. എന്താണ്, ഫൈനൽ വാല്യൂ ഓഫ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി അത് ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് GNPയിലേക്ക് പോകുന്നു, GDPയിൽ നിന്ന് GNPയിലേക്ക്, GNPയിൽ നിന്ന് NNPയിലേക്ക്, NNPയിൽ നിന്ന് എങ്ങോട്ട് പോകും, NNPFCയിലേക്ക് പോകും. അതാണ് വാല്യൂ അഡീഷൻ തിയറി പറയുന്നത്. എന്നാൽ അടുത്ത അപ്രോച്ച് നോക്കി ഇൻകം മെത്തേഡാണ്. ഇൻകം എന്ന് പറഞ്ഞാൽ കൺട്രിയിലുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ അത് റെൻ്റ് ആയിരിക്കും,
ഇല്ലെങ്കിൽ അത് വേജസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. കണ്ടില്ലേ, നമുക്കൊരു അടിസ്ഥാനം നമ്മൾ മുമ്പ് പാകിയിട്ടതാണ്. എന്തായിരുന്നു ഇതിനെ പറയുന്നത്? മറ്റൊരു പേര് ഫാക്ടേഴ്സ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയാം അല്ലേ. ഈ ഫാക്ടേഴ്സ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ടോട്ടലായിരിക്കും എന്തെന്ന് പറയുന്നത്? നാഷണൽ ഇൻകം എന്നല്ല അവർ പറയുന്നത്. ഓക്കെ, NDPFC. ഈ ടോട്ടൽ ഇൻകം, ഈ ഇൻകത്തിൻ്റെ ടോട്ടലായിരിക്കും NDPFC എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് എത്തണം? NNPFCയിലേക്ക് എത്തണം. എല്ലായിടത്തും NNPFC തന്നെയാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഈ D മാറി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കണമെങ്കിൽ അതെ അവിടെ കൊടുത്തിട്ടുണ്ട്. NDPFCൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെ എത്തും? ഈ പറഞ്ഞ പോലെ വീണ്ടും NNPFCയിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്താണ്? ഇവർ പറഞ്ഞത് വാല്യൂ അഡിഷൻ ആഡ് ചെയ്താൽ നമുക്ക് എങ്ങോട്ട് പോകാമെന്നാണ്? ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലേക്ക് പോകാമെന്നാണ്. ഇവർ പറഞ്ഞ എന്താ? ഈ വാല്യൂ അഡിഷൻ ആഡ് ചെയ്യേണ്ട, പകരം എന്ത് ആഡ് ചെയ്താൽ മതി? ഈ രാജ്യത്തുള്ള ആൾക്കാരുടെ ഡിഫറെൻറ്റ് ഇൻകം ആഡ് ചെയ്താൽ മതി, രണ്ടും സെയിം തന്നെ വരും എന്നാണ് ഇവരുടെ ഒരു വാദം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു മനുഷ്യൻകാരുണ്ട്, അവർ പറയുന്നത് എന്താണ്? ഇൻകം ആഡ് ചെയ്യാൻ നിൽക്കേണ്ട, നമുക്കുണ്ടാവുന്ന ചിലവുകൾ ആഡ് ചെയ്താൽ മതി. കാര്യം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വാല്യൂ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു, ഇതൊരാൾ വാങ്ങിക്കുമ്പോൾ അയാളുടെ ഇൻകം കൊടുത്തല്ലേ അയാൾ വാങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഫൈനൽ പ്രൊഡക്റ്റിന് വാല്യൂ ആഡ് ചെയ്യാൻ പോകുന്നതിനേക്കാളും ഇൻകം ആഡ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ആര് പറഞ്ഞത്? ഇൻകം മെത്തേഡ് പറഞ്ഞവർ പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് പറയുന്നവരെന്താ? നിങ്ങൾ ഇൻകം നോക്കാനും പോകണ്ട, വാല്യൂ അഡിഷൻ നോക്കാനും പോകുന്നുണ്ട. ഈ ആൾക്കാർ കിട്ടുന്ന ഇൻകം വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടി എക്സ്പെൻഡിച്ചർ ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്ക് എക്കോണമി നിലനിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ എക്സ്പെൻഡിച്ചർ കൂട്ടിയാൽ പോരെ. അതാണ് ഈ മൂന്നാമത്തെ പാർട്ടിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവരെന്താ പറയുന്നത്? എക്സ്പെൻഡിച്ചറുകൾ ആഡ് ചെയ്താൽ മതി. എന്തൊക്കെയാണ് എക്സ്പെൻഡിച്ചർ? CIGX-M എന്ന് പറയും. C എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പേഴ്സണൽ കൺസപ്ഷനാണ്. I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ചിലവാണ്. G എന്ന് പറയുന്നത് ഗവൺമെൻറ് നടത്തുന്ന ചിലവാണ്. X-M എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടാണ്. ഇതിലൊരു പ്രത്യേകത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഇവിടെ തന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആൻസർ നേരെ എങ്ങോട്ട് പോകും? അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, നേരെ NNPയിലേക്കാണ് പോകുന്നത്. പിന്നെ NNPFC ആക്കണം എന്നുള്ളതേ ഉള്ളൂ. ബാക്കി പ്രോസസ്സ് സെയിമാണ്. ആ ഒരു പ്രൊസീജിയർ മനസ്സിലുണ്ടാവണം. ഓക്കെ, സം പ്രിക്കോഷൻ വൈൽ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. അതെ, കുറേ കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും. ഫോർ എക്സാമ്പിൾ, സ്പോൺസർഷിപ്പ്, സ്പോൺസർഷിപ്പൊക്കെ കൊടുക്കുന്ന പോലെയുള്ള ട്രാൻസ്ഫർ പേയ്മെൻറ്റുകളുണ്ട്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഷെയറും ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ എവിടെ ആഡ് ചെയ്യണം എന്നുള്ള പ്രശ്നം. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ പറഞ്ഞ രീതിയിലുള്ള നാഷണൽ ഇൻകം കാൽക്കുലേഷനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊന്നും അറിഞ്ഞില്ലെങ്കിലും നാഷണൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ മെത്തേഡ്സ്, ഒരു ബേസിക് ഐഡിയ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇത് എക്കണോമിക്സ് ആണ് മാക്സിമം പറയുന്നത് കൊണ്ട് വീണ്ടും എക്കണോമിക്കൽ കോൺസെപ്റ്റ് ഓഫ് ഇൻഫ്ലേഷനിലേക്ക് വരികയാണ്. ഇൻഫ്ലേഷനെ ഒറ്റ വാക്കിൽ എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ വിലക്കയറ്റം എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത്. ഓക്കെ, ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ക്രിസ്മസ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന പൈസ കൂടും. കാര്യം അവർക്ക് അഡീഷണൽ ഇൻകം കിട്ടുമില്ലെങ്കിൽ അവരുടെ സേവിങ്സൊക്കെ എടുത്ത് പലരും പ്രയോഗിക്കുന്നൊരിതാണ്. അവരുടെ എക്സ്പെൻഡിച്ചർ അങ്ങ് കൂടുകയാണ്. എക്സ്പെൻഡിച്ചർ കൂട്ടാൻ വേണ്ടി, അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻകം ഓഫ് കോഴ്സ് കൂടുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ കയ്യിലുള്ള ഫണ്ട് എന്താവുന്നു? കൂടുന്ന ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനൊന്നും കൂടുന്നില്ലല്ലോ, അത്ര ആൾക്കാർ തന്നെയല്ലോ. അപ്പോൾ അവരുടെ കൺസംഷൻ്റെ പാറ്റേൺ അങ്ങ് കയറി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ചില സാധനങ്ങൾക്ക് സ്കേസിറ്റി വരും. സ്കേസിറ്റി ഉണ്ടാകുമ്പോൾ പലതിൻ്റെ വില കൂടും. അതുമാത്രമല്ല, ആ ഒരു സിറ്റുവേഷൻ പല ബിസിനസ്സുകൾ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ എക്കോണമിക്കകത്തുള്ള ഫണ്ട് ഫ്ലോ കൂടുമ്പോൾ വില കയറ്റം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിനാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻഫ്ലേഷൻ്റെ കാരണം എന്താണ്? ഫണ്ട് കൂടുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇൻഫ്ലേഷൻ കറക്റ്റീവ് മെഷറായിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? നമ്മുടെ RBI ഉണ്ടല്ലോ, RBI ഇൻഫ്ലേഷൻ കൂടി എന്നറിയുമ്പോൾ ഒരുപാട് ബോണ്ടുകളൊക്കെ ഇറക്കും, ലോങ് ടേം ബോണ്ടുകളൊക്കെ ഇറക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആൾക്കാരുടെ കയ്യിരിക്കുന്ന പണം RBIയുടെ കയ്യിലേക്ക് വരും. അപ്പോൾ RBIക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇൻഫ്ലേഷൻ, പണത്തിൻ്റെ അധികമായിട്ടുള്ള ഒഴുക്ക് കുറയ്ക്കാൻ പറ്റും എന്നതാണ് ഒരു എക്കണോമിക്കൽ തിയറി എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നതെന്ന് നോക്കാം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിങ് ഇൻഫ്ലേഷൻ. ചേഞ്ചസ് ഇൻ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഓക്കെ, ചേഞ്ചസ് ഇൻ പ്രൈസ് ഇൻഡെക്സ് നമ്പർ പറയുന്നത് എന്താണ്? പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്നൊരു ധാരണ വേണം. ഓക്കെ, ഈ പറയുന്ന ഫോർമുല കാര്യത്തിലേക്കൊന്നും നിങ്ങൾ പോകണ്ട.
പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത് ഇപ്പോൾ 2020 2020 വിലയിൽ നിന്ന് 2025 എത്തുമ്പോഴുള്ള വില തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു റേഷ്യോ ക്രിയേറ്റ് ചെയ്യും. അതിനാണ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇവിടെ 2020 ഞാൻ ബേസ് ഇയർ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ 2020 1 കിലോ ആപ്പിളിന് 100 രൂപയായിരുന്നു. 2025 ആയപ്പോൾ അത് 150 രൂപയായെങ്കിൽ എന്ത് സംഭവിച്ചു? ഇതിൻ്റെ ഒരു 50% ഇൻക്രീസ് ഉണ്ടായെന്ന് ഞാൻ പറയും, അല്ലേ? ആ ഒരു റിലേഷൻഷിപ്പാണ് ഇത് രണ്ടും തമ്മിലുള്ള. അപ്പോൾ ഇതേ സാധനം ഞാൻ 2030 ആകുമ്പോൾ നോക്കുകയാണ്. 2030 ആയപ്പോൾ 1 കിലോ ആപ്പിളിന് 200 രൂപയായി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? 2020 നിന്ന് ഇവിടെ നോക്കിയപ്പോൾ 50% ഇൻക്രീസാണ് ഉണ്ടായെങ്കിൽ 2030 ആയപ്പോൾ 100% ഇൻക്രീസ് ഉണ്ടായി. മനസ്സിലായല്ലേ? ഈ ഒരു പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഇതേപോലെ ഒരുപാടുണ്ട്. ഇത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മെഷർമെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓ, ഇത് ഒരു ഇൻഡെക്സ്, ഇത് വേറൊരു വർഷത്തെ ഇൻഡെക്സ് ബേസ് ഇയറിൽ ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നു. ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഇത്രയും % ഇൻക്രീസ് ഉണ്ടായെന്നൊക്കെ മനസ്സിലായി. ആ ഒരു ചേഞ്ചാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു പോലെ ഇപ്പം 200 മൈനസ് 150 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100 ചെയ്താൽ 2025 നിന്ന് 2030 പോയപ്പോൾ എന്തുമാത്രം ഇൻഫ്ലേഷൻ ഉണ്ടായെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാ 50/150 ഇൻറ്റു 100 വരും. മനസ്സിലായല്ലേ? ഇതാണ് അടുത്തൊരു കാൽക്കുലേഷൻ. മറ്റൊന്നെന്ന് പറയുന്നത് GNP ഡീഫ്ലേറ്റർ. കുറച്ച് ഞാൻ പറയാം. GNP ഡീഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നോമിനൽ GNP ഇൻറ്റു റിയൽ GNP. അതിലേക്കും ഞാൻ പോകുന്നില്ല. വൺസ് അഗൈൻ അത് പിന്നെ ഡെപ്തിലേക്ക് പോയിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷൻ എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവട്ടെ. ഇൻഫ്ലേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നമുക്കൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് ക്രീപ്പിംഗ് ഓർ മോഡറേറ്റ് ഇൻഫ്ലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? ആ ഒരു പേസ് ഓഫ് ഇൻഫ്ലേഷൻ അനുസരിച്ചാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ക്രീപ്പിംഗ് എന്ന് പറയുന്നത് അവിടെ പറയുന്ന പോലെ ഒരു സിംഗിൾ ഡിജിറ്റ് ആയിരിക്കും ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ മൂവ്മെൻറ്റ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ സ്ലോ ആണ്. ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ഡിജിറ്റിലായിരിക്കും. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന എന്താണ് പിന്നെ ഇൻഫ്ലേഷനാണ്. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാലോ ഏറ്റവും ഫാസ്റ്റസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ സ്പീഡ് അനുസരിച്ചാണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്രീപ്പിംഗ് പറയുന്ന പോലെ എഴഞ്ഞ് വളരെ പതുക്കെ പോകുന്നു. ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ വളരെ സ്പീഡായിട്ട് വരുന്നു. ഹൈപ്പർ ഏറ്റവും സ്പീഡായിട്ട് വരുന്നത് നമ്മൾ എക്കോണമിയെ തന്നെ അങ്ങ് തകർത്ത് കളയുന്ന ഇൻഫ്ലേഷനാണ്. കോസസ് ഓഫ് ഇൻഫ്ലേഷൻ എന്തുകൊണ്ടാണ്? ഇപ്പം ഈ 3 കാര്യങ്ങൾ, ഇൻഫ്ലേഷൻ എന്താണ്, റീസൺ ടൈപ്സ് എന്താണ്, കോസസ് എന്താണ് ഒരുമിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോസസ് അവർ പറയുന്നത് ഡിമാൻഡ് ആൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നുണ്ട്. ഡിമാൻഡ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ് സംഭവിക്കുന്നത്? ആൾക്കാരുടെ കയ്യിൽ അധികമായി പണം വരുമ്പോൾ അവരുടെ ഡിമാൻഡ് കൂടും. ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? പിന്നെ ഈ ഡിമാൻഡിനനുസരിച്ച് തരാനുള്ള എന്ത് കാണത്തില്ല, പ്രൊഡക്റ്റ് കാണണമെന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉള്ള പ്രൊഡക്റ്റ് ഹൈ പ്രൈസിൽ വേണമെന്നുള്ളവന് മാത്രം കൊടുക്കുന്നൊരു സ്ഥിതി വരും. അവിടെ എന്ത് സംഭവിക്കും? പയ്യെ സാധനങ്ങളുടെ വില കൂടി മറ്റേ എന്താണ് സ്കേസിറ്റി കാരണം വന്നതാണെങ്കിലും പിന്നീട് അത് സ്റ്റാൻഡേർഡായിട്ട് സെറ്റാകും. പിന്നെ താഴോട്ട് പോകാൻ വലിയ പാടായിരിക്കും. അങ്ങനെ എന്ത് സംഭവിക്കുന്നത്? ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? ഇതാണ് പിന്നീട് ഈ ഇൻഫ്ലേഷൻ. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ എന്താണ് ഇത് കയറി പിന്നെ വെള്ളം കയറി നശിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? സ്കേസിറ്റി ഉണ്ടാകുന്നു. ഉള്ളത് എല്ലായിടത്തും എത്തിക്കുമ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി ലേലം വിളിച്ച് വലിയൊരു വിലയ്ക്ക് പലയിടത്തായിട്ട് പോകേണ്ടി വരും. പിന്നീട് തിരിച്ച് ഉള്ളിയുടെ ലഭ്യത പഴയ നിലയിൽ എത്തിയാൽ എന്ത് സംഭവിക്കത്തില്ല? വില പെട്ടെന്ന് കുറയത്തില്ല. അതാണ് ഇൻഫ്ലേഷന് കാരണമാകുന്നത്. എല്ലായിടത്തും അത് സ്റ്റാൻഡേർഡായിട്ട് സെറ്റാവും. ഇനി കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറയുന്നു. ഇവിടെ നമ്മൾ ഡിമാൻഡ് കൂടിയതുകൊണ്ടാണെന്ന് പറയുന്നു. ഇവിടെ എന്ത് പറയുന്നു? ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാരണമാണ് വരുന്നതെന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. എഫക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ചോദിക്കുന്നുണ്ട്. അതും ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക്. ഇൻഫ്ലേഷൻ ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ്. ഇമ്പാക്റ്റ് ഓൺ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞു എന്താണ്? ആൾക്കാരുടെ കയ്യിൽ പണമുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ വിലകയറ്റത്തിന് കാരണമായതുകൊണ്ട് എന്ത് സംഭവിക്കും? ബിസിനസ്മാന് ഇൻഫ്ലേഷൻ നല്ലതാണ്. അവൻ എന്തേ ഉണ്ടാകത്തുള്ളൂ? പ്രോഫിറ്റേ ഉണ്ടാകത്തുള്ളൂ. അതൊരു വാദമാണ്. 100% ശരിയെന്ന് നമുക്ക് എക്കണോമിക്സിൽ പറയാൻ പറ്റത്തില്ല. എല്ലാം ആരുടെയൊക്കെയോ വാദങ്ങളാണ്. ഇവിടെ അങ്ങനെ പറഞ്ഞത് ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് വരും? വലിയൊരു ഗ്യാപ്പ് വരും. പണമുള്ളവൻ കൂടുതൽ പണത്തുകാരനും പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനുമായി മാറുന്നൊരവസ്ഥ
എവിടെയുണ്ട്? ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ വരും. ഇൻഫ്ലേഷൻ കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് ഇതുകൊണ്ടൊന്ന് നിർത്താം. ഇപ്പം തന്നെ 10-40 മിനിറ്റായി. വിചാരിച്ച പോലെയല്ല, എല്ലാം പറഞ്ഞു പോകേണ്ടി വരുന്നു. ഓക്കെ, ഡിറ്ററേഷൻ ഓഫ് വാല്യൂ ഓഫ് മണി. അതെ, ഇങ്ങനെ എന്താണ്, ഒരുപാട് പണം വന്ന് ചിലവാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പണത്തിൻ്റെ മൂല്യം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇടിയാൻ തുടങ്ങും. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ്. ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് കടം കൊടുത്തവർക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. കാര്യം എന്താണെന്നറിയോ? പണത്തിൻ്റെ മൂല്യം അവിടെ കുറയാണ്. അതായത് അവർ 1,00,000 രൂപ കടം കൊടുത്തു, ഓക്കെ, തിരിച്ച് പലിശ സഹിതം 1,10,000 തരണമെന്ന് പറഞ്ഞാലും ഈ ഇൻഫ്ലേഷൻ കാരണം എന്ത് സംഭവിച്ചു? പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു. ഇപ്പോൾ 1,10,000 കിട്ടിയാൽ മതിയാവണമെന്നില്ല. ഇത് ഫിനാൻസിൻ്റെ അടിസ്ഥാന തത്വമാണ്, ടൈം വാല്യൂ ഓഫ് മണി എന്നൊക്കെ പറയും. അതൊന്നും ഞാനിവിടെ പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുക, ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? പണം കൊടുത്തവനാണ് നഷ്ടം. കാര്യം അവന് കൊടുത്ത പണത്തിൻ്റെ അത്ര മൂല്യം ഇപ്പം ഇല്ല. ആ 1,00,000 രൂപയ്ക്ക് തുല്യമാവണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്പം 1,20,000 തിരിച്ച് കിട്ടണമായിരിക്കാം. പക്ഷേ ഇവർ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ച് പോയത് കൊണ്ട് എത്രയേ തരത്തുള്ളൂ? ആ 1,10,000 തരത്തുള്ളൂ. അപ്പം പണം കൊടുക്കുന്നവനെന്നാണ് ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മെത്തേഡ്സ് ഓഫ് ടേമിങ് ഇൻഫ്ലേഷൻ യൂണിറ്റ് 5 പറയാമെന്ന് പറഞ്ഞവർ നിർത്തുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് നമ്മളിപ്പോൾ കടന്നു പോയത്. നാഷണൽ ഇൻകം ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റാണ്, ഇൻഫ്ലേഷൻ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റാണ്. അപ്പോൾ രണ്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക. ഹൈലൈറ്റ് എ മേജർ അസംപ്ഷൻ ഓഫ് ഹാരോർ-ഡൊമാർ മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഹാരോർ-ഡൊമാർ വളരെ ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. നമ്മളിവിടെ നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതെന്താണെന്ന്. ചോദിച്ചുകൂടാന്നൊന്നും ഒരു ഇതുമില്ല. ബട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. അല്ലാതെ തന്നെ ഇപ്പം 1 മണിക്കൂർ അടുപ്പിച്ചായി. വാട്ട് ആർ ദ മേജർ കൺക്ലൂഷൻ ഓഫ് സോളോ മോഡൽ? നമുക്കറിയേണ്ട ആവശ്യമില്ല, നമ്മളത് ചോദിച്ചാൽ എഴുതത്തില്ല. വാട്ട് ആർ ദ മേജർ ഐഡിയാസ് ഓഫ് എൻഡോഗനസ് ഗ്രോത്ത് തിയറി? ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഗാലോപ്പിംഗ് ആൻഡ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. അറിയാലോ, ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷനാണ്. ഗാലോപ്പിംഗ് എന്ന് പറയുന്നത് 3 ഡിജിറ്റിലോ അങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും, അത്യാവശ്യം പേസ് ഉള്ളതാണ്. ഹൈപ്പർ ഇൻഫ്ലേഷൻ ഒരു എക്കോണമിയെ തന്നെ തകർത്ത് കളയുന്ന ഇൻഫ്ലേഷനാണ്. സം മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഇൻഫ്ലേഷൻ, അതും നമ്മൾ പറഞ്ഞ കാര്യമാണ്. നാഷണൽ ഇൻകം എന്നൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കറിയത്തില്ല ചോദിക്കുക എന്നുള്ളത്, കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ അകത്ത് കാണാനില്ല, ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനപരമായ കോൺസെപ്റ്റാണ്. ഇനിയും ബ്ലോക്ക് 1 യൂണിറ്റുകളുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം.